കൊടുക്കാത്തത്? അല്ലെങ്കിൽ എന്താ കൊടുത്തത്? രാവിലെ ചായ, ഉച്ചക്ക് ചോറ്, രാത്രി 2 ചപ്പാത്തി. ഷുഗർ ആയതുകൊണ്ട് ഇന്നലെ പറയ് കൊടുക്കാന സാധനമായിട്ട് കൊടുത്തിട്ടില്ല, അതുകൊണ്ടല്ലേ. എന്ത് 4 മണിന്റെ ചായ മിസ് ചെയ്തോ? എന്താ അതിന്റെ ഇൻസ്റ്റയിലെ പേര്? ബ്ലാക്ക് റോസ്. പക്ഷെ ഷേപ്പ് കണ്ടിട്ട് ബാക്ക് റോസ് എന്ന് വിളിക്കാനാ തോന്നുന്നത്. വീണ്ടും ബോഡി ഷേമിംഗ്. ഒന്ന് ആഞ്ഞു പിടിച്ചാ കുറെ ഉദ്ഘാടനം കിട്ടൂടി. എന്നെ പെണ്ണാണെന്നപ്പോ ഒരു കാര്യമില്ലാതെ ഒരു അമ്മാവനും കുത്തിക്കറ്റിക്കൊണ്ട് ഇവര് വന്നത്. ഈ പുള്ളിയാണ് കൊഴലപ്പം തിന്നാനും നിങ്ങൾ പെൺകുട്ടിക്കെന്ത് കൊടുക്കും എന്ന് ചോദിക്കാനും വേണ്ടി മാത്രം തൊള്ളാ തുറക്കുന്നൊരു മനുഷ്യൻ. എടാ, എന്റെ വീട്ടിൽ എന്റെ അച്ഛൻ മാത്രമേ ഉള്ളൂ. ഞാൻ വീട്ടിന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ എന്റെ അച്ഛനെ കൂട്ടാരുണ്ടാ, എനിക്കത് നോക്കിയിരിക്കാൻ പറ്റൂല. അതുകൊണ്ട് ഞാൻ വരുന്ന വഴിക്ക് അച്ഛനെ തൊഴുത്തി കെട്ടിട്ടു. അതാകുമ്പോ അച്ഛനും കൊണ്ട് 3 പക്ഷി കൊണ്ട് 4 പേര് സെറ്റ് ചെയ്യും. ഞാൻ സത്യമായിട്ടുണ്ട് ഇല്ലെന്ന് ചേട്ടാ. ഞാൻ ഇന്ന് രാവിലെ ഇങ്ങോട്ട് തുണി മാറാൻ വേണ്ടി അങ്ങോട്ട് റൂമിൽ കയറിയപ്പോഴും കുളിക്കാൻ കുളിമുറി കയറിയപ്പോഴും ഒക്കെ ഒരു പ്രേതം ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. ഇതൊക്കെ നോക്കി നിൽക്കുന്ന എന്തോ ഗതികെട്ട പ്രേതമായിരിക്കും. അച്ഛൻ നോക്കിയപ്പോ 4 പേരും കൂടെ ക്യാരംസ് കളിച്ചോണ്ടിരിക്കണ്. അല്ലപ്പോ അച്ഛന് വിശക്കൂലേ? ഇപ്പൊ ആയുർവേദത്തിൽ ചാണകം ഗോമൂത്രം തിന്നണ സൂപ്പർ ആണെന്നാ പറയണത്. അപ്പൊ മിസ്റ്റർ കണകുള രാജേന്ദ്രൻ, കാടാമ്പുഴ രാജേന്ദ്രൻ. കാടാമ്പുഴ രാജേന്ദ്രൻ, എന്റെ അച്ഛന്റെ ഈ പ്രതിമ ഞാൻ എന്തിനാണ് ഇവിടെ പണിഞ്ഞു വെക്കുന്നതെന്ന് അറിയാമോ? കാക്കകൾക്ക് തൂറായി അല്ല, എല്ലാവർക്കും കാണിച്ചു കൊടുക്കാൻ. നിങ്ങൾ പുഷ്പയിലെ ഡാൻസ് കളിക്കുകയാണോ? പുഷ്പയിലെ ഡാൻസ് കളിച്ചല്ലടി. പിന്നെ നിന്റെ അപ്പനോട് പറ കക്കൂസ് ഇവിടെ ഉണ്ടാക്കിയിട്ടേക്കുന്നത് കാണാനില്ലെന്ന്. മുതലാളി, ഈ വെളുപ്പിനെ പെട്ടെന്ന് പോകാൻ എന്തോ ചെയ്യണം? തലേദിവസം ഒരു വാളാങ്കുടം പഴം വെച്ചൊരു ചൂടുവെള്ളം കുടിച്ചോണ്ട് പിന്നെന്തുവാ പറഞ്ഞേ? വീട്ടിൽ പോവാൻ. നാട്ടി ആനക്കുമ്പ് നമ്മുടെ കയ്യിലിരിക്കൂലേ? ബുദ്ധി. ഞാൻ പറയണ തൊഴുത്തി നിൽക്കണ മനുഷ്യനെ പശു ഓട്ടിക്കൊല്ലണമെന്ന്. എങ്കിലും അങ്ങനെ ചെയ്ത തെറ്റിന് അയാൾ അനുഭവിക്കത്തുള്ളൂ. മുത്തു, നീ ഇപ്പൊ എന്റെ അച്ഛനെ വിളിച്ചല്ലേ? എനിക്ക് ഭയങ്കരമായിട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സാധനമാണ് നിക്കർ. മനുഷ്യരുടെ രാഷ്ട്രീയമുള്ള നിക്കറിന്റെ ഇടയിൽ രാഷ്ട്രീയം ഇല്ല. കാരണം പണക്കാരായിട്ടാലും പാവപ്പെട്ടായിട്ടാലും 8 മാസം കഴിയുമ്പോൾ സ്ട്രാപ്പ് വലിയും. എന്നിട്ട് അമ്മാവന്റെ ഒരു ഫ്രഷ് ക്വസ്റ്റ്യൻ. ഓ, സ്ത്രീയല്ലേ ധനം, സ്ത്രീയാണല്ലോ ധനം എന്ന്. ഈ മനുഷ്യന്റെ ധനശേഖരണം കാരണം 4 മെമ്മറി കാർഡ് കഴിഞ്ഞിടയ്ക്ക് അമ്മായി അടുപ്പിൽ കൊണ്ടിട്ട് കത്തിച്ചു കളഞ്ഞത്. എങ്കിലും ഞാന് ചാണകത്തി കയറി പിടിച്ചു. അയ്യോ, അത് പശു വല്ലതും വന്ന് തൂറി വെച്ചാൽ കൈ കഴിയിട്ട്. എന്റെ മാമൻ ട്രെയിന് കൈ കാണിച്ചിട്ട് ട്രെയിൻ നിർത്തിയില്ല. മാമന് കലി കയറിയില്ല, ട്രെയിനിന്റെ ഹെഡ്ലൈറ്റ് ഇറങ്ങി പൊട്ടിച്ചു. ഈയുടെ അപ്പൊ തന്നെ ചീറ്റി ഇറങ്ങി വന്ന് മാമന്റെ 2 ടോർച്ച് കൊടുത്തിട്ട് ട്രെയിനിന്റെ ഫ്രണ്ടിൽ മാമനെ ഇങ്ങനെ കെട്ടിയിട്ട്. അങ്ങനെ 4ാം ക്ലാസ്സിൽ എനിക്ക് ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളവരെല്ലാവരും ഫാൻസി ഡ്രസ്സിന് കൂടെയുള്ള അച്ഛനും അമ്മയൊക്കെ കൂടി ഡ്രസ്സ് വാങ്ങിച്ചു. സൂപ്പർമാൻ്റെയും ബാറ്റ്മാൻ്റെയും എല്ലാം വാങ്ങിച്ചു കൊടുത്തു. എൻ്റെ അച്ഛനെ നിരുത്സാഹപ്പെടുത്ത ചേമ്പലിൽ പോയി എന്നെയും കയറ്റി. ഞാൻ ചിരിച്ചുകൊണ്ട് ഞാൻ 30 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇവിടെ നോക്കിയിട്ട് കറക്റ്റ് ആണ്, ഒരു കുഴപ്പമില്ല. കിടിലമ്മ ചേട്ടാ, വെള്ളിയാഴ്ച നേരെ കക്കൂസിലോട്ട് കയറി അവിടെ ചെന്ന് ഇരിക്കട്ടെ പറയുന്ന ഒരു ഒറ്റ വിളി. അതിന് വിളിയെന്നല്ല ഞങ്ങളിവിടെ പറയുന്നത്. മാമൻ കായല് വീണില്ലേ? പക്ഷെ പ്രപഞ്ചത്തിന്റെ എന്തോ ഒരു ശക്തി കൊണ്ടാന്ന് അറിയത്തില്ല. അതൊന്ന് പറയാൻ ഒന്നും പറ്റിയില്ല. മാമനാ ടോർച്ച് നല്ല ക്വാളിറ്റിയുള്ള ടോർച്ചായിരുന്നു. അപ്പൊ മാമനാ അവൻ സ്പോട്ടിച്ചത്, അതിനൊരു ക്വാളിറ്റി ഇല്ലല്ലോ. തമ്പാന്റെ തട്ട് 20 രൂപയ്ക്ക് 3 നിക്കർ വാങ്ങിച്ചത് പച്ച മഞ്ഞ നീര്. ആ തലയ്ക്ക് തന്നെ എല്ലാം വെള്ള കളറായി. അങ്ങനെ 3 നിക്കർ എനിക്കുള്ളൂ. 6 വർഷം ക്ലാസ്സുള്ള ഞാൻ എന്ത് ചെയ്യും? പിന്നെ 3 തിരിച്ച് 3 മറിച്ചിട്ടുണ്ട്. ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. ഇന്നലെ മറിച്ചിട്ടുണ്ടോ ഇപ്പൊ തിരിച്ചിട്ടാണ് ഇന്ന് വന്നത്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ചേട്ടന് അച്ഛനില്ല അല്ലേ? ഉണ്ടോ? പിന്നെന്താ മുതലാളി അങ്ങനെ പറഞ്ഞത്? ഒരു തന്തയില്ലാത്തവൻ വന്ന് 50,000 രൂപ മേടിച്ചോണ്ട് പോയിട്ട് തിരിച്ചു തരുന്നില്ല. അതുകൊണ്ട് നമ്മളെ കടയുടെ പരസ്യം ഈ മതിലിൽ എഴുതിയിട്ട് ആ പൈസ അങ്ങ് മുതലാക്കാം. മുത്തു, പെട്ടിപിടി. ചെറുക്കന്റെ ഒരു കാര്യം. ഒരു ഉമ്മയും കൂടെ തരട്ടെ. എന്താ ഈ കാണിക്കണേ? അല്ല, കെട്ടിപ്പിടിക്കാൻ പറഞ്ഞു. പെട്ടിപിടിയാടാ പട്ടി. അല്ല നീ ഇയാൾ ഒരുപാട് പാവം ചെയ്തിട്ടുണ്ട്. പിന്നെ ചേട്ടൻ അല്ല എന്റെ അച്ഛൻ. ഞാൻ നിന്റെ അച്ഛനല്ലല്ലോ. അതല്ലേ അച്ഛൻ ഒരുപാട് പാവം ചെയ്തിട്ടുണ്ടല്ലോ.
ചെയ്യോ അങ്ങനെ കൃഷി ചെയ്യും ആകെ 3 സെന്റ് സ്ഥലമുണ്ട് അതിനകത്ത് 5 ലക്ഷം രൂപയുടെ ചാണകം ഇറക്കി കഴിഞ്ഞാൽ വീടും നിറഞ്ഞ് പറമ്പ് നിറഞ്ഞ് എല്ലാം നിറഞ്ഞു അയ്യോടാ പിന്നെ ഒരു കിഴങ്ങ് വെക്കാൻ പോലും സ്ഥലമില്ല എന്നാ കിഴങ്ങനാടാ നീ ഇതന്നെ അച്ഛൻ എന്ന് പറഞ്ഞത് അയാൾ പറയാ നീ പോയി ചെയ്ത പാവങ്ങളെല്ലാം എഴുതി എടുത്തോണ്ട് വരാൻ പറഞ്ഞു എഴുതിയെടുത്തോണ്ട് കൊടുക്കണമായിരുന്നു. അച്ഛൻ വീട്ടിൽ വന്ന് പാവങ്ങളുടെ കാര്യം അങ്ങോട്ട് പറയാൻ തുടങ്ങി ഞാനും അമ്മയും കൂടി എഴുതി തീർത്ത് പാവങ്ങളെല്ലാം തീർത്തല്ലയോ? അല്ല അമ്മ അച്ഛനെ തീർത്ത് എല്ലാ പെണ്ണുങ്ങൾക്കും ബിവറേജ് വന്നതിന് ശേഷം ഭയങ്കര വിഷമമല്ലേ? കാരണം വെള്ളം അടിച്ച് വീട്ടിൽ വന്ന് എന്റെ അമ്മയ്ക്ക് ബിവറേജ് വന്നതിന് സന്തോഷമാണ്. കാരണം ബിവറേജ് വന്നതിന് ശേഷം അപ്പൊ നിക്കറിട്ട് തുടങ്ങിയത്. കാരണം കുപ്പി വയ്ക്കാൻ വേറെ സ്പോട്ട് ഇല്ലാത്തതുകൊണ്ട് സംഭവിക്കും. ഞാൻ 80,000 രൂപ കൈയിരിക്കുക ഞാൻ ചിന്തിച്ച് അവസാനം എന്റെ കയ്യിരിക്കുന്ന 60,000 രൂപയ്ക്ക് ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ചു. 80,000 രൂപ ഉണ്ടെന്നല്ലേ പറഞ്ഞത്? പിന്നെ 60,000 രൂപ എന്ന് പറഞ്ഞു. അശോക ഹോട്ടൽ എ സി റൂമിൽ ഇരുന്നാ ചിന്തിച്ചത്. അമ്പലത്തിൽ വന്നിരിക്കുമല്ലോ, അമ്പലത്തിലെ പൂജാ സാധനങ്ങൾക്കുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. അങ്ങ് പോയി മേടിക്കല് നമ്മുടെ കടയെല്ലാം ഉണ്ട്. ചന്ദനത്തിരി ഉണ്ട്, കർപ്പൂരം ഉണ്ട്, കളപ്പക്കട്ട ഉണ്ട്. അതില്ല ഇവിടെ. അല്ല പൈസ ആ മതിലിനി പടം വരയ്ക്കുന്നെങ്കിൽ എന്റെ നെഞ്ചത്ത് ചവിട്ടി കൊണ്ട് വരയ്ക്കാം. അയ്യോ അത് വേണ്ട, ഇവിടെ സ്റ്റൂൾ കിടപ്പുണ്ട്, ഞാൻ എന്റെ വേലി കയറി വെച്ചോളാം. കല്യാണത്തിന് പോകുമ്പോഴത്തേക്ക് 2 സാധനം എടുക്കുള്ളൂ. ഒന്നച്ഛൻ്റെ പ്രീമിയർ കാറും ഒന്നച്ഛൻ്റെ നിക്കറും. ഇത് 2 മാത്രമേ അച്ഛൻ കല്യാണത്തിന് പോകുമ്പോൾ എടുക്കാറുള്ള സാധനം. അപ്പൊ നിക്കറിനകത്ത് അച്ഛൻ മാത്രമേ കയറുള്ളൂ, പക്ഷെ കാറിനകത്ത് 5-6 പേര് കയറും. അപ്പൊ അച്ഛനാണെങ്കിൽ പിന്നെ അത് തന്നെയല്ലേ 3 പാൻറ്റാ കത്തിപ്പോയത്. അങ്ങനെ പാൻറ് കെട്ടിയത് ഈ നടന്ന നടപ്പിന് തൊട വരഞ്ഞ് പാൻറ് തീ പിടിച്ചെന്ന് മൂത്ത ചെറുക്കനെ ഹോട്ടൽ മാനേജ്മെന്റ് വിളിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. ഭയങ്കര പൈസ ചെലവല്ലയോ? ഞാൻ പിന്നെ ഒരു ലോൺ എടുത്തിട്ടാ വിട്ടത്. ലോൺ എടുത്ത് എമ്പക്കം വിടുന്ന ഒരാളിനെ ഞാൻ ആദ്യമായിട്ടാണ്. ഒരു പെണ്ണിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു. അവളുടെ പേര് 2000 രൂപ കൊടുത്ത ഞാൻ ഇവിടെ കാറ്റ് പിടിച്ച് എന്നിട്ട് അവളെ തേച്ചു പോയി. എന്നിട്ട് ഈ കോപ്പിനി മായ്ക്കണമെങ്കിൽ 15,000 രൂപ വേണം. അതിനാ ഞാൻ ഈ പമ്പിൽ വന്നിരുന്നത്. ഞാനൊന്ന് കരയുന്ന എന്താണെന്ന് ചോദിക്കുന്നില്ലയോ? കണങ്ങായിരുന്ന ഞാൻ വിചാരിച്ച് മീൻ വണ്ടി പെട്ടിയാട്ടായിട്ട് വന്നിട്ട് മീൻ മേടിക്കാൻ വേണ്ടി ഒരു ഫോൺ അടിക്കുമായിരിക്കും. നമ്മുടെ രാജ്യം പട്ടിണിയിലേക്ക് പൊക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ എങ്ങനെ കഴിച്ചു കൂട്ടും? ഇവന്മാരുടെ കഴിച്ചു കൂട്ടിയ പട്ടിണിയായതറിയോ? ഒരു പെണ്ണ് പോയി 1000 പെണ്ണ് വരും ഇയാളെ സ്നേഹിക്കാൻ. 1000 പെണ്ണിന്റെ സ്നേഹവാ താളിയോളെ ഗ്രന്ഥവും. ഇന്നെ പറ്റി ഈ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുകയാണെങ്കിലേ ഞാൻ ഏതെങ്കിലും തേയിലുള്ള രാജ്യത്തേക്ക് പോയിക്കാളൂ. അതേത് രാജ്യോ? നീ കേട്ടില്ല? തേയിലാൻഡ് ഹോ ബ്ലഡി യൂറിനറി ഇൻഫെക്ഷൻ. രാമേന്ദ്ര സാറിനെ ഞാൻ ദൈവത്തെ പോലെ കാണുന്നത്. ദൈവത്തിന് മുന്നിൽ തേങ്ങേറിയെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ദൈവത്തിന്റെ തലക്കിട്ട് ടെസ്റ്റർ ചെയ്യുന്നൊരു ഭക്തെ ഞാൻ ആദ്യമായിട്ട് കാണുന്നു.